നമസ്കാരം. നമസ്കാരം സർ, നീറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനേക്കാളേറെ ഉപരിയായി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് ലോക്സഭയിൽ ചർച്ച ചെയ്യുന്ന പരീക്ഷാ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റ് മെറ്റ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? മെറ്റ നീക്കം ചെയ്ത ആ പോസ്റ്റ് പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ചർച്ചകൾ ഇന്ന് നടക്കും. അതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണങ്ങളാണ് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിച്ച. ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഹാൻഡിലിൽ നിന്ന് തന്നെയാണ് ഈ വിഷയം അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിർമ്മിത ബുദ്ധി അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, AI ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ന്യായമൊക്കെ പിന്നീടാണ് വന്നത്. യാതൊരു കാര്യവും പറയാതെ ഭാരതത്തിൽ മാത്രം നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്ന, ഇപ്പോൾ കുറച്ച് മുൻപ് നടന്നിട്ടേ ഉള്ളൂ ഈ വിഷയം. ഇപ്പോൾ സമയം 10:25, പകൽ 10:25. കുറച്ച് മുൻപ് നടന്നിട്ടേ ഉള്ളൂ. മെറ്റയുടെ ഭാഗത്ത് നിന്ന്, ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥരായ സുക്കർബർഗിൻ്റെ മെറ്റയിൽ നിന്ന് വരുന്ന വിശദീകരണം AI നിർമ്മിതി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാരണം പറഞ്ഞാണ്. AI നിർമ്മിതി ആയിട്ടുള്ള വീഡിയോകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള, ആരെങ്കിലും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്നാണ് ഈ വിവരം പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെയാണ് ഭാരതത്തിൽ ആളുകൾ കാണുന്നതിൽ നിന്ന് മെറ്റ തടഞ്ഞത്. കേന്ദ്ര സർക്കാർ ഉടനടി തന്നെ ഇടപെടുകയും മെറ്റയ്ക്ക് നൽകേണ്ട ശാസനങ്ങൾ നൽകുകയും ചെയ്തതിനെ തുടർന്ന് അവർ യാതൊരു മടിയും കൂടാതെ അത് പോസ്റ്റ് പുനഃസ്ഥാപിച്ചു. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് പുനഃസ്ഥാപിക്കുകയും അതിനൊരു വിശദീകരണം നൽകുകയും ചെയ്തു. ഈ സംഭവം ഒരു നിഷ്കളങ്കമായ സംഭവമായിട്ട് കാണാൻ പാടില്ല, സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു സാധുതയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, യഥാർത്ഥമായിട്ടുള്ള ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സമരം എന്നുള്ള വ്യാജേന തുടങ്ങി വലിയൊരു സമരാഭാസമായി മാറുന്ന കാഴ്ച നാം കണ്ടതാണ്. കൃത്യമായിട്ട് ഇതിനൊരു മുന്നുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന സമരത്തിനുമായിട്ട് ഇതിനെ കൂട്ടി വായിക്കാം. ആ സമരം അക്രമാസക്തമായിട്ടുള്ളൊരു സമരമായിരുന്നു. ആ സമരത്തിൻ്റെ പിന്നിലുള്ള അണിയറക്കാർ മുഴുവൻ ശതകോടീശ്വരന്മാരായി ജോർജ് ഫ്ലോയിഡ് എന്നൊരു ക്രിമിനലിൻ്റെ പേരിലാണ് ഈ സമരം തുടങ്ങിയത്. പക്ഷേ അതിലും ഒരല്പം വ്യത്യസ്തമായി ഈ സമരങ്ങൾ, ഇവിടെ നീറ്റ് സമരങ്ങൾ തുടങ്ങിയത് ന്യായമായ ആവശ്യങ്ങളുടെ പുറത്താണ്, ഒരു ക്രിമിനലിൻ്റെ പുറത്തല്ല. ഇവിടെ പക്ഷേ അതിനോട്ട് സമീകരിക്കാവുന്ന അല്ലെങ്കിൽ ചേർത്ത് വായിക്കാവുന്ന കാര്യങ്ങൾ, ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകൾ ആസൂത്രണം ചെയ്ത ഈ വലിയ പ്രക്ഷോഭങ്ങളും അക്രമങ്ങളും എല്ലാം നാം കണ്ടതാണ്. ഇപ്പോൾ ദില്ലി പോലീസിൻ്റെ ഭാഗത്തു നിന്നും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് വെളിപ്പെട്ടതനുസരിച്ച്, അവർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയ വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് 3000-അടുപ്പിച്ച് ക്രിമിനലുകൾ, കൊലപാതക കേസുകൾ, ബലാത്സംഗ കേസുകൾ, പോക്സോ കേസുകൾ, ആയുധം കൈവച്ച കേസിൽ കുറ്റാരോപിതരായിട്ടുള്ളവർ, അത്തരത്തിലുള്ള ഏതാണ്ട് 3000-അടുപ്പിച്ച ആളുകൾ അന്നത്തെ പാർലമെൻറ്റ് മാർച്ചിലും ഡൽഹി പ്രക്ഷോഭങ്ങളിലും എല്ലാം പങ്കെടുത്തിരുന്നു എന്നുള്ള വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് തന്നെ ദില്ലി പോലീസ് പുറത്തുവിട്ടിരിക്കുകയാണ്. 30,000-ഓളം പേരെ AI ഫേഷ്യൽ റെക്കഗ്നേഷൻ ഉപയോഗിച്ച് അവർ തിരിച്ചറിഞ്ഞും കഴിഞ്ഞു. അവരുടെ പേരിലുള്ള കുറ്റപത്രങ്ങൾ പിന്നാലെ വരും. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ FIR ഇട്ട് ദ്രോഹിക്കുന്നു എന്നുള്ള ആരോപണവുമായിട്ട് പാറ്റകൾ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരവാദവുമായിട്ട് വന്നിരുന്നു. അതെല്ലാം പൊളിച്ചുകൊണ്ടാണ് ദില്ലി പോലീസിൻ്റെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ള അങ്കലാപ്പ് പുറത്തു നിന്ന് ഈ സമരത്തെ നിയന്ത്രിക്കുന്ന ശക്തികൾക്കുണ്ട്. അതാരാണെന്നുള്ളത് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വീണ്ടും വിശദമാക്കാം. പലതവണ അനന്തു ആണെങ്കിലും ഞാനാണെങ്കിലും ഇത് സംബന്ധിച്ച വീഡിയോകളിൽ അത് ആവർത്തിച്ച് വിശകലനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, പ്രധാനമന്ത്രിയുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് വിലക്കിയതിലൂടെ മെറ്റയെ പോലുള്ള ശക്തികൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇത് സംബന്ധിച്ച് സകാരാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ജനങ്ങളിലേക്ക് എത്തുന്നത് പരമാവധി തടയുക. രണ്ട്, ഇതൊരു വിവാദമാക്കി. അവർക്കറിയാം പ്രധാനമന്ത്രിയുടെ ഒന്നും പോസ്റ്റ് ഒരു മണിക്കൂറിന് മുകളിൽ തടഞ്ഞു വയ്ക്കാൻ മെറ്റയല്ല, സുക്കർബർഗിൻ്റെ അച്ഛൻ ഇനി വീണ്ടും ജനിച്ചു വന്ന് സുക്കർബർഗിനെ ഒന്നുകൂടി ജനിപ്പിച്ചാൽ പോലും നടക്കില്ല എന്നുള്ള കാര്യം അവർക്കറിയാം. 1 മണിക്കൂറിന് മേൽ ഇതൊരു വലിയ വിവാദമാകും. അതുകൊണ്ട് അതിലൂടെ ചർച്ച തിരിക്കാം. ഒപ്പം സകാരാത്മകമായിട്ടുള്ള വീഡിയോകളുടെ, ഇനി അത് ചെയ്താൽ തന്നെ അവരതിൻ്റെ വിസിബിലിറ്റി പരമാവധി കുറയ്ക്കുവാൻ ശ്രമിക്കും. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഹാൻഡിൽ ആയതുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിനെ മാത്രമല്ല ആശ്രയിക്കുന്നത്.
മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും. തന്നെയുമല്ല, ഇത് വാർത്തയാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രം മറ്റേത് രാഷ്ട്ര നേതാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി കൃത്യമായി കുറഞ്ഞേനെ. പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇതാണ് ഞാൻ ബ്ലാക്ക് ലൈഫ് മാറ്റേഴ്സ് എന്ന ആ ഒരു സമരാഭാസവും സമരാക്രമവുമായിട്ട് ഇതിനെ ഉപമിക്കാനുള്ള മറ്റൊരു കാരണം. ആ അവസരങ്ങളിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റുകളും ഫേസ്ബുക്കിനും പോസ്റ്റുകൾക്കും സമാനാവസ്ഥ നേരിട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വിലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ, അതിൽ ആ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് ഇവർക്കിതൊരു പുതുമയുള്ള കാര്യമല്ല. അത് കഴിഞ്ഞ് സക്കർബർഗ് പോയി ഡൊണാൾഡ് ട്രംപിൻ്റെ കാല് പിടിക്കുന്നത് നാം കണ്ടതാണ്. രണ്ടാമത് അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ സക്കർബർഗ് അത്തരത്തിൽ ഈ പറയുന്നത് പോലൊരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വഴക്കമുള്ള നട്ടലുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അത് വിട്ടേക്കു. പക്ഷേ ഈ മെറ്റയുടെ ഈ ഒരു ചെയ്തി സതുദ്ദേശപരമല്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായും ദുരുദ്ദേശപരവും തന്നെയാണ്. ഈ വിഷയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ FIRകൾ എന്തായാലും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെടും. ഇതിൻ്റെ പിന്നിലുള്ള ക്രിമിനൽ ബുദ്ധികൾ പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷേ അവർക്കിപ്പോൾ വേണ്ടത് ഈ സമരത്തിനെ എങ്ങനെയെങ്കിലും സകാരാത്മകമായിട്ടുള്ളൊരു വീക്ഷണകോണിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് തുടരുക. അതിനുവേണ്ടി മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ളവരെ അവർ വിലക്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങളിൽ വീഴ്ത്തിയിട്ടുണ്ട്. ആ പ്രക്രിയ തുടർന്നു കൊണ്ടുപോവുക. ഒപ്പം ഈ നകാരാത്മകമായിട്ട് അവരെ പ്രതികൂലമായി ബാധിക്കുന്ന വാർത്തകൾ തടഞ്ഞു വയ്ക്കുകയും അതിനൊപ്പം ഈ വിദ്യാർത്ഥികളിൽ മാത്രം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നുള്ള പേരിൽ മാത്രം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളിൽ മാത്രമായിട്ട് ഈ അന്വേഷണം ഒതുക്കി നിർത്തുക. അതിന് മുകളിലേക്ക് അന്വേഷണം പോകുന്നത് ഏത് വിധേനയും തടയുക. കാരണം ഇന്നലെ തന്നെ കണ്ടതാണ്, നമ്മൾ തത്വമേ ന്യൂസ് തന്നെ അതിൻ്റെ നമ്മുടെ പല വിശകലനങ്ങളിലും പറഞ്ഞതാണ്. ഗ്രറ്റ തുൻബർഗ് ഉൾപ്പെടെയുള്ള സ്ഥിരം കുറ്റവാളികൾ, അല്ലെങ്കിൽ സ്ഥിരം അതീതരുടെ ഒരു സംശയിക്കേണ്ട കുറ്റവാളികൾ എന്ന് പറയുമല്ലോ, അവരെല്ലാവരും രംഗത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരെ മാളത്ത് നിന്ന് പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ടൂൾ കിറ്റുകൾ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയാണ്, ഇപ്പോഴുള്ള അങ്കലാപ്പിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറച്ച് നേരത്തേക്കെങ്കിലും തടയുവാൻ മെറ്റ ശ്രമിച്ചത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഏറെക്കുറെ അഭിപ്രായമെന്ന് മാത്രമല്ല, അതാണ് വാസ്തവം എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമായി വരും. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിന് തുടർ നടപടികളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൈക്കൊള്ളുവാൻ സാധ്യതയില്ല. ശക്തമായിട്ടുള്ളൊരു താക്കീത് നൽകിയിട്ടുണ്ടാവും. പക്ഷേ മെറ്റയും ട്വിറ്ററിനെയും ഒക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ പഴയ ട്വിറ്റർ, ഈ സാമൂഹ്യ മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മോദി സർക്കാരിനെ ഇകഴ്ത്തുവാനുള്ള AI നിർമ്മിതമായിട്ടുള്ള പല വീഡിയോകളിലൂടെയും നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ട് പല പോസ്റ്റുകളും വന്നിരുന്നു. അതിനെതിരെ അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനെ ഒന്ന് ചേർത്ത് വായിച്ചാൽ എന്ത് കാരണം കൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പോസ്റ്റ് അവർ വിലക്കിയതെന്ന് പറഞ്ഞത്? നിർമ്മിത ബുദ്ധി അതിൻ്റെ അകത്ത് ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത്. നിതിൻ ഗഡ്കരി അപമാനിക്കപ്പെട്ടതും, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വാദിക്കുന്നതും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വീഡിയോകൾ നിർമ്മിച്ച് അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചാരണം നടത്തി എന്നുള്ളതാണ്. ഇതിലെ ഒരു വൈരുദ്ധ്യം അനന്തുവിന് ബോധ്യമാകുമെന്ന് കരുതുന്നു, പ്രേക്ഷകർക്കും ബോധ്യമാകുമെന്ന് കരുതുന്നു. ഇതാണ് എൻ്റെ ആദ്യ അഭിപ്രായം. സാർ, രണ്ടാമതൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒട്ടനവധി വ്യാജ വീഡിയോകൾ, ഈ പറഞ്ഞ പോലെ AI അധിഷ്ഠിത വീഡിയോകൾ, അത് കേന്ദ്രമന്ത്രിമാരുടെ പേര്, ഇപ്പോൾ ഏറ്റവും അവസാനം ചുമതലയേറ്റ വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ പേരിൽ പോലും ഈ പേപ്പർ ലീക്കുകൾ ഒരിക്കലും തടയാൻ പറ്റില്ല എന്ന തരത്തിൽ ഒരു വ്യാജ വീഡിയോ അത് ഈ ഫേസ്ബുക്കിലടക്കം പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം തേടി പോകുമ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ കേന്ദ്രീകൃത വിഭാഗങ്ങളിൽ നിന്നാണ് ഈ AI വീഡിയോ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് മുക്കിയതടക്കമുള്ള നീക്കങ്ങൾക്ക് ഇങ്ങനെ പാകിസ്ഥാൻ അജണ്ട കൂടി പിന്നിലുണ്ടോ ഇതിൻ്റെ? തീർച്ചയായിട്ടും ജിഹാദി അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് തുടക്കം മുതലേ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. നമ്മളത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ ഗൾഫ് ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള മലയാളികൾ ഉൾപ്പെട്ടിട്ടുള്ള സംഘം നരേന്ദ്രമോദിയോടുള്ള, ഹിന്ദുത്വത്തോടുള്ള, രാഷ്ട്രത്തോടുള്ള വിരോധം, മതത്തിനോടുള്ള സ്നേഹം, ഈ മതബോധം ഉൾക്കൊണ്ടുള്ള ജിഹാദി മനസ്കരായിട്ടുള്ള ആൾക്കാരുടെ പ്രവർത്തനം, പിന്നെ അവരെ നിയന്ത്രിക്കുന്ന പാകിസ്ഥാനികളുടെ ഒരു സ്വാധീനം, ഇതെല്ലാം ഭാരതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഏത് ശ്രമത്തിൻ്റെയും പിന്നിലുണ്ടാകും. അല്ലെങ്കിൽ ആ ശ്രമത്തിന് സഹായകരമായി അവർ പിന്നീട് വരും. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെടുന്ന ഒരു അക്രമം അല്ലെങ്കിൽ ഒരു കുഴപ്പം സൃഷ്ടിക്കൽ, അതിൻ്റെ പിന്നിൽ എപ്പോഴും പാകിസ്ഥാൻ ഉണ്ടാകും. ഇത്തവണത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാനോടൊപ്പം ഭാരതത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച നരേന്ദ്രമോദി ഭരണത്തെ ഏത് തരത്തിലും അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന പാശ്ചാത്യരായിട്ടുള്ള ബാഹ്യശക്തികൾ, ഒരുപക്ഷെ ഡീപ് സ്റ്റേറ്റ് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന, നാം തന്നെ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ള ശക്തികളുമുണ്ട്. ഇവരുടെ ഒരു കൈകൊടുക്കലാണ് ഇതിൽ വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ അടിസ്ഥാനമായിട്ട് പാകിസ്ഥാൻ എപ്പോഴും
ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങളുടെ കാര്യത്തിൽ ഭാരതത്തിനും ഒരു 7-8 പടികൾ മുൻപിലാണ്. അത് സമ്മതിച്ചേ മതിയാകുള്ളൂ. നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ പാകിസ്ഥാനെ ഒരിക്കലും ഭാരതത്തോട് ജയിക്കുവാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഈ വ്യാജ ആഖ്യാനങ്ങൾ സൃഷ്ടിച്ച് ഭാരതത്തിനെ പ്രതിച്ഛായ മോശമാക്കുക, നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ മോശമാക്കുക, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ പാകിസ്ഥാനിൽ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ മാത്രമല്ല, പാക് അധിനിവേശ കാശ്മീർ കടന്ന് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ പോലും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പല ശൃംഖലകളും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള, പ്രശസ്തമായിട്ടുള്ള, കുപ്രസിദ്ധമായിട്ടുള്ള പല ശൃംഖലകളും ഇപ്പോൾ തന്നെ നാം തകർത്ത് കഴിഞ്ഞു. എന്നാൽ പോലും അതിൻ്റെ മിച്ചവും ബാക്കിയും ഇപ്പോഴുമുണ്ട്. പാകിസ്ഥാനിൽ അത് വളരെ സജീവമായിട്ട് തന്നെയുണ്ട്. ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം, അവർ സൃഷ്ടിച്ച് നൽകുന്ന വീഡിയോകൾക്ക് ഭാരതത്തിൽ പ്രചാരം നൽകുവാനായിട്ട് അവർക്ക് പ്രത്യേകിച്ച് ആരെയും വിലക്കെടുക്കേണ്ട ഒരു കാര്യമില്ല. കേരളത്തിൽ തന്നെ മൊട്ടയടിച്ചവനും മൊട്ടയടിക്കാത്തവനും താടി വെച്ചവനും മീശ വടിച്ചവനും എല്ലാമായിട്ട് കുറേ ജിഹാദികൾ കേരളത്തിൽ മാത്രമായിട്ടുണ്ട്. ഭാരതത്തിലൊട്ടാകെ അത്തരത്തിലുള്ളൊരു ജിഹാദികളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ഇടത് ആവാസ വ്യവസ്ഥയിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഈ വ്യാജ വീഡിയോകൾക്ക് പ്രചാരം നൽകുവാനായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അനന്ത് പറഞ്ഞത് വളരെ ശരിയാണ്, 100% ശരിയാണ്. പാകിസ്ഥാനിലുള്ള ഒരു വലിയ ശൃംഖല തന്നെ ഈ വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിലുണ്ട്. സാർ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഭാരതം കുതിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതായിരിക്കും പാകിസ്ഥാൻ്റെ ഉദ്ദേശം. എന്നാൽ മോദി സർക്കാർ താഴെ ഇറങ്ങിയാലും പാകിസ്ഥാൻ ഒരിക്കലും ദില്ലിയിൽ മേൽ ഡയറക്റ്റായിട്ട് അധികാരം കൈയാളാനോ അവരെ നിയന്ത്രിക്കാനോ കഴിയില്ല. എന്നിട്ടും ഇവരുടെ മോദിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തിന് മേൽ എന്തെങ്കിലും വ്യവസ്ഥാപിത താല്പര്യങ്ങളുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ ഒരു 2-3 ദിശകളിലേക്ക് വേണം അതിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ. കാരണം ഇത് പല കുന്തമനകളുള്ള ഒരു പോരാട്ടമാണ് അവർ നടത്തുന്നത്. മോദി സർക്കാരിനെ താഴെ ഇറക്കുക, അതാണ് പ്രാഥമിക ലക്ഷ്യം പാകിസ്ഥാൻ്റെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാശ്ചാത്യ ശക്തികളും കൂടി കടന്നു വരുന്നത്. പാകിസ്ഥാന് മാത്രം അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം ഒരിക്കലും ഭാരതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ അതിനുള്ള ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും അവർക്ക് പൂർണ്ണമായിട്ടുള്ള അവർക്ക് മാത്രം സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ ഡൽഹിയിൽ കൊണ്ടുവരിക എന്നുള്ളത് അവർക്ക് സാധ്യമായൊരു കാര്യമല്ല. അവിടെയാണ് അവർ പാശ്ചാത്യ ശക്തികളുടെ സഹായം തേടുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വ്യാജ ഗാന്ധി കുടുംബം ഭരണത്തിൽ വരികയാണെങ്കിൽ അവർക്ക് സൗഹാർദ്ദപരമായിട്ടുള്ള നടപടികളായിരിക്കും അവർക്ക് നേരെ കൈക്കൊള്ളുക. പാകിസ്ഥാന് നേരെയും ഈ പാശ്ചാത്യ ശക്തികൾക്ക് നേരെയും. കാരണം അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങി പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ നിന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പിന്മാറിയ മൻമോഹൻ സിംഗിന് പിന്നിൽ സോണിയാഗാന്ധി, ആ സർക്കാരിൻ്റെ കാര്യം നാം കേട്ടിട്ടുള്ളതാണ്. എന്ത് കാര്യത്തിനും പാകിസ്ഥാനോടൊരു മൃദു സമീപനം. ഇനി അവരെ കൊണ്ടുവന്നാൽ അവർക്ക് ലാഭകരമാണ്, പാകിസ്ഥാനും ലാഭകരമാണ്, പാശ്ചാത്യ ശക്തികൾക്ക് ലാഭകരമാണ്. അരവിന്ദ് കെജ്രിവാൾ എന്നൊരു ഓപ്ഷനുണ്ട് അവരുടെ മുമ്പിൽ. അരവിന്ദ് കെജ്രിവാൾ ഖാലിസ്ഥാനികളോടോ ജിഹാദികളോടോ പാകിസ്ഥാനികളോടോ പാശ്ചാത്യ ശക്തികളോട് ആദ്യമേ വലിയ കൂട്ടുള്ള വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. അവരോട് സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാട്, അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് കഴിയും. ഇനി അതൊന്നുമല്ല, ഇവരെല്ലാവരും രാഷ്ട്രീയമായിട്ട് ഭാരതത്തിൽ പരാജയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് പുതിയൊരു ശക്തിയെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്, യുവാക്കളുടെ ശക്തിയെ. ആ യുവാക്കളുടെ ശക്തി ഉപയോഗിച്ച് ഇവർ ചെയ്യാൻ പദ്ധതിയിടുന്നത് എന്താണ്? പ്രത്യക്ഷത്തിൽ അഭിജിത് ദീപ്കയ്ക്കോ സൗരവ് ദാസിനോ അശുതോഷ് റാങ്കേക്കോ വിജേത ദാഹിയയ്ക്കോ വൈഷ്ണവിക്കോ രത്നയ്ക്കോ ഇതെല്ലാം പാറ്റകളുടെ മുഖങ്ങളാണ്. ഇവർക്കാർക്കും പാകിസ്ഥാനുമായിട്ടോ ജിഹാദികളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. കാരണം പാശ്ചാത്യ ശക്തികൾ ഇത്രയും കാലം കൊണ്ട് 12 വർഷങ്ങൾ കൊണ്ട് ഒരു കാര്യം കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ജിഹാദികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി മുന്നോട്ട് വരികയാണെങ്കിൽ ചെറിയ സ്വീകാര്യത അവിടെ ഇവിടെയും ലഭിച്ചു കഴിഞ്ഞാലും ഭാരതീയ ജനത ഒട്ടാകെ അവരെ തള്ളിക്കളയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാറ്റകൾക്ക് പ്രത്യക്ഷമായിട്ട് ജിഹാദി ബന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ള ഭാവേന അവർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം അനന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുഹമ്മദ് ജുനൈദ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ജന്തർ മന്ദറിൽ ഭക്ഷണം വിളമ്പി ഇവരെ മുഴുവൻ സഹായിച്ചു. അതായത് ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണം, ഏതാണ്ട് 12 ലക്ഷം മുതൽ 16 ലക്ഷം രൂപ വരെ ഒരു ദിവസം ചിലവാക്കിയുള്ള ഭക്ഷണ വിതരണമായിരുന്നു. 4 നേരം വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, പിസയാണെങ്കിലും ബർഗർ ആണെങ്കിലും കച്ചോരി ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും വെള്ളം കുപ്പികളാണെങ്കിലും ഏതാണ്ട് ഒരു 16 ലക്ഷം രൂപ വരെ ചിലവ് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. 12 ലക്ഷം, ഏറ്റവും കുറഞ്ഞത് 12 ലക്ഷം ഒരു ദിവസം. ഏതാണ്ട് 20-25 ദിവസങ്ങൾ ഇയാളവിടെ ഇത്രയും ഭക്ഷണ വിതരണം ചെയ്തിട്ടുണ്ട്. 2 കോടി
50 ലക്ഷം രൂപയ്ക്ക് മുകളിലാകും തുക. അത് ഇയാൾക്ക് നേരിട്ട് വന്നതല്ല, കൃത്യമായിട്ട് ആരോ ഫണ്ട് ചെയ്തതാണ്. ഇപ്പോൾ അയാൾക്ക് നേരെ അന്വേഷണം വന്നപ്പോൾ പാറ്റകൾ അയാളെ പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അയാൾ കരയുന്നൊരു വീഡിയോ അനന്ത് കണ്ടു കാണും. അവർ മുഹമ്മദ് ജുനൈദിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ജിഹാദികളെ പ്രീതിപ്പെടുത്തണമെന്നില്ലാത്തത് കൊണ്ടോ അല്ല മുഹമ്മദ് ജുനൈദിനെ കൈയൊഴിഞ്ഞിരിക്കുന്നത്. ജിഹാദികളുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്കില്ല എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പിന്നിലുള്ളത് ജിഹാദികളും പാശ്ചാത്യ ശക്തികളും തന്നെയാണ്. അവർ ഭരണത്തിലെത്തിയാൽ ഈ അരവിന്ദ് കെജ്രിവാളും വ്യാജഗാന്ധി കുടുംബവും എത്തരത്തിൽ പാകിസ്ഥാന് സാധകമായി സഹായകരമായി പ്രവർത്തിക്കുമോ അതിൻ്റെ 10 മടങ്ങ് ശക്തിയിലും ആത്മാർത്ഥതയിലും ജിഹാദികൾക്കും പാശ്ചാത്യ ശക്തികൾക്കും വേണ്ടിയിട്ട് പണിയെടുക്കും. ഭാരതത്തെ നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ച് ഒരു ബംഗ്ലാദേശോ പാകിസ്ഥാനോ അല്ലെങ്കിൽ അതിനുമപ്പുറം ഒരു സിറിയയോ ആക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പാശ്ചാത്യ ശക്തി, പാകിസ്ഥാൻ അവരുടെ ഒരു ശത്രു നശിക്കുന്നു, കാഫറുകൾ നശിക്കുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. പാശ്ചാത്യ ശക്തികൾക്ക് എന്ത് ഗുണം? നമ്മുടെ വിഭവശേഷി കൂടുതൽ ചൂഷണം ചെയ്ത് കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാരെങ്ങനെ ഒരു $48 ട്രില്യൺ സ്വത്തുക്കൾ ഭാരതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയോ, ഇനിയും അതിലേറെ സ്വത്തും ഭൂവിഭവങ്ങളും നമുക്കുണ്ട്. അതെല്ലാം ചൂഷണം ചെയ്യുവാനും ഭാരതത്തിലെ മനുഷ്യ സമ്പത്തിനെ അടിമകളാക്കുവാനും ബൗദ്ധികമായിട്ടുള്ള അടിമപ്പെടുത്തലിന് വഴക്കുവാനും ഇത്തരത്തിലുള്ള ജെൻസികളെ കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നത്. അതിനവരുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് BJP, ഹിന്ദുത്വ വികാരം, ഭാരതീയ സംസ്കാരത്തോട് പുതുതലമുറയ്ക്കുണ്ടായി വരുന്നൊരു സ്നേഹം, അല്ലെങ്കിൽ അതിനോട് ഇഴചേർന്ന് ജീവിച്ചു പോകണമെന്നുള്ളൊരു വികാരം, ഇതെല്ലാം അവർക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങൾ മാത്രമാണ് ഈ പാറ്റകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് മെറ്റകളും ഇപ്പോൾ ചെയ്യുന്ന ഈ കുൽസിത പ്രവൃത്തികൾ. പക്ഷേ എത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്നുള്ളത് കാണാം. കാരണം സർക്കാർ വളരെ കൃത്യമായിട്ട് ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതികളെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിവെച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? മോദി കീഴടങ്ങി. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താണ്? ക്രിമിനലുകളെ ഓരോരുത്തരെയായി വെളിപ്പെടുത്തി അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകും. പക്ഷേ ഒരു കാര്യം വീണ്ടും തത്വമയി ന്യൂസ് ആവർത്തിച്ച് പറയുന്നു, സംഘർഷഭരിതമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് വരുവാൻ പോകുന്നത്. 2026 അത്ര സുഖകരമായൊരു വർഷമായിരിക്കില്ല. പക്ഷെ ഭാരതം വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വയ്ക്കുവാൻ കഴിയുന്നൊരു കാര്യം. ശരി സാർ, ഈ വിഷയം എന്തായാലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുരോഗതി അനുസരിച്ച് നമുക്ക് അടുത്ത ചർച്ചകൾ വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.